അപ്പോൾ ഇതുപോലത്തെ പേരൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സൂക്ഷിക്കാനും നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല അതുപോലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. വിജയുടെയും മോഹൻലാലിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ. അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ പേരൊന്ന് സ്വന്തമായിട്ട് പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മൊബൈലുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊന്ന് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാറ്റ് ജിപിറ്റിയോ ജെമിനിയോ മതി, നമുക്ക് നോക്കാം. ഓക്കെ, വൃത്തിയായിട്ട് ചെയ്ത്. അപ്പോൾ പേജൊക്കെ കാണുന്നവരോ അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവരോ ഫോളോ ചെയ്യണേ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അതിനായിട്ട് നമ്മൾ മൊബൈലിൽ ചാറ്റ് ജിപിറ്റിയോ ജെമിനിയോ അടിച്ചിട്ടേക്കണം. നമ്മൾ ആപ്പ് സൂക്ഷിച്ച് വെച്ചേക്കണം. അപ്പം ഞാൻ ജെമിനിക്കകത്താണ് എടുക്കുന്നത്. ജെമിനി എടുത്തു. അതിനകത്ത് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ നല്ല കൊള്ളാവുന്ന 2-3 ഫോട്ടോ, 2, 3, 4 ഫോട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2-3 ഫോട്ടോ കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫോട്ടോ കൊടുക്കാമല്ലോ. നിങ്ങളും അങ്ങനെയൊക്കെ നല്ല ഫോട്ടോകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. ഏറ്റവും നല്ല ഫോട്ടോ തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വെക്കണം. ഇതെടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തോണം. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എന്നാൽ മാത്രമേ ഈ ചാറ്റ് ജിപിറ്റിയിലോ ജെമിനിയിലോ കൊടുത്താൽ നമുക്കിങ്ങനെ കിട്ടത്തുള്ളൂ. അത് വന്നിട്ടുണ്ട്, നമ്മൾ നോട്ടായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് നോക്കുക. നമ്മുടെ പേര് തന്നെ ആയിരിക്കണം കൃത്യമായിട്ട്. രാജീവ് എന്നാണ് എൻ്റെ പേരാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക. അത് ഇപ്പം മറ്റൊരു പേരാണെങ്കിൽ ആ പേര് കൃത്യമായിട്ട് കൊടുക്കുക. തെറ്റരുത്. ആ ബ്രാക്കറ്റ് കറക്റ്റായിരിക്കണം, ബ്രാക്കറ്റും പോകരുത്. അവിടെ അങ്ങ് നമ്മൾ എഴുതി ചേർത്താൽ മതി. അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അത് പോസ്റ്റ് ചെയ്യണം. അവിടോട്ട് കോപ്പി ചെയ്ത് ചേർക്കുക. ചേർത്ത് 10 മിനിറ്റ് എനിക്ക് താമസമായിട്ടാണ്, നെറ്റ് താമസമാണ്. ഇത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു, കൃത്യമായിട്ട് വന്നു. അതിൻ്റെ താഴെ നമുക്ക് സേവ് എന്നുണ്ട്. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിക്കോളും. നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ആകും. ഓക്കെ, കൊള്ളാമല്ലോ. വൃത്തിയാണെന്ന് ഒന്നുകൂടെ നോക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടെ വേറൊരു ടൈപ്പ് അടിച്ചു കൊടുക്കുക. വേറെ 2-3 ഫോട്ടോ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡൺ. അടിപൊളി. പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.